പുതിയ തലമുറയിലെ കുട്ടികൾക്ക് രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ വെറുപ്പാണ്, ഇവന്മാരെന്തോ കള്ളന്മാരാണ് ചിന്തിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ഓ അയാൾ ചുമ്മാ ഇതൊക്കെ ചിന്തിക്കണം. ഇത് മാറണം. ഇത് മാറിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് യൂത്ത് വരണം. പൊതുപ്രവർത്തകർ പൊതുജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളും ചില നീതിയുമുണ്ട്. അത് ചെയ്യാൻ പൊതുപ്രവർത്തകർ ബാധ്യസ്ഥരാണ്. ഒരു സാധാരണക്കാരൻ ഒരാളാണെങ്കിൽ ഇതൊന്നും ആരും പരിശോധിക്കില്ല. ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ, ഒരു ബിസിനസ്സുകാരന് അയാൾ തോന്നിയ പാടി ജീവിക്കുന്നു, അത് ആരുടെ വിഷയമാണ്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത 50,000 പേരോ 55,000 പേരോ അല്ല. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ്. ആ മന്ത്രി വന്ന് പറയുകയാണ്, എന്നെ ഇതൊന്നും കണ്ടത് എൻ്റെ വ്യക്തിഗതത്തിലേക്ക് കടന്നു കയറേണ്ട, ഞാൻ ചെയ്ത ഞാൻ നല്ല പൊതുപ്രവർത്തകരാണ്, അതുകൊണ്ട് മതം പരിശോധിച്ചാൽ മതി. ഇതൊന്നും ശരിയല്ല. അപ്പോൾ ഇതൊന്നും രാഷ്ട്രീയ ആരോപണങ്ങളല്ല. പൊതുപ്രവർത്തകർ ജീവിതത്തിൽ ശീലിക്കേണ്ട ചില പഥ്യങ്ങളുണ്ട്. അത് ശീലിക്കാതെ വരുമ്പോഴാണ് നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം വരുന്നത് പ്രസക്തമാണ്. ഏത് ചോദ്യം? പുതിയ തലമുറയിലെ കുട്ടികൾക്ക് രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ വെറുപ്പാണ്, ഇവന്മാരെന്തോ കള്ളന്മാരാണ് ചിന്തിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ഓ അയാൾ ചുമ്മാ ഇതൊക്കെ ചിന്തിക്കണം. ഇത് മാറണം. ഇത് മാറിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് യൂത്ത് വരണം. പുതിയ ജെൻസി കുട്ടികൾ, 2K കിഡ്സ്, ഇവരൊക്കെ വരണം. ഇവരൊക്കെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിന് ഭാവി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്താണ്? വികസിത ഭാരത്. 2047 നമ്മുടെ രാജ്യം ഒരു വികസിത രാഷ്ട്രമായി മാറണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരണം. അതിന് ഇതേപോലുള്ള കളകൾ, മാലിന്യങ്ങൾ, മലീമസമായപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ തൂത്തു നീക്കി നല്ല ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് കൊണ്ടുവരണം.